കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 84-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെയും 2-ാമത്തെയും വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സൈന്യങ്ങളുടെ യഹോവ തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, നാം ഈ സങ്കീർത്തനങ്ങളെ നോക്കുമ്പോൾ ഹോരഗൻ പുത്രന്മാർ പാടിയ ഒരു സങ്കീർത്തനമാണ് ഇത്. അവർ ദൈവത്തെ ആലയത്തിൽ വാസമായിരിക്കുന്ന ഓരോ ദിവസങ്ങളെക്കുറിച്ച് അവർ മനോഹരമായി വർണ്ണിച്ച് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ് ഇത്. അവർ പറയാന്ന്, സൈന്യങ്ങളുടെ യഹോവ തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം എപ്പോഴും ഈ ലോകത്തിലെ പല കാര്യങ്ങളിലും മനസ്സ് ചെലുത്തി പല കാര്യങ്ങളും മോഹങ്ങൾ നാം വയ്ക്കാറുണ്ട്. ഒരു നല്ല വാഹനം, നല്ല വീട്, അല്ലെങ്കിൽ നല്ലൊരു ജീവിതം, നല്ലൊരു പഠനം, നല്ലൊരു ജോലി, ഇങ്ങനെ പല കാര്യങ്ങളും നാം വാഞ്ചിച്ച് നമ്മുടെ മനസ്സ് വയ്ക്കുമ്പോൾ നാം ഇവിടെ ഈ സങ്കീർത്തനക്കാരനോട് കൂടെ നാമും നമ്മുടെ മനസ്സിനെ, ആത്മാവിനെ കർത്താവിൻ്റെ തിരുനിവാസത്തിലേക്ക് ഉയർത്തേണ്ടത്, അതിൻ്റെ മനോഹരത നാം ആസ്വദിക്കേണ്ടതും അത്യാവശ്യമായിരിക്കുന്നു. ഈ പാപം നിറഞ്ഞ ലോകത്ത് നാം ദൈവത്തിൻ്റെ സന്നിധാനവും തിരുനിവാസവും അധികമായി വാഞ്ചിച്ച് ഹൃദയത്തിൽ വച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം നാം ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ മനോഹരമായ ഇപ്പം ഈ സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോട് നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പാ. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴും നിൻ്റെ തിരുനിവാസത്തെക്കുറിച്ച്, നിൻ്റെ സന്നിധിയെക്കുറിച്ച് കർത്താവെ, അതിൻ്റെ മനോഹരതയെക്കുറിച്ച് നാം വർണ്ണിക്കുവാനും അതിനെ തന്നെ കാംക്ഷിച്ച് വാഞ്ചിച്ച് കാത്തിരിപ്പാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.